അന്നം അമൃതാണ്, കൃഷി ദൈവികമാണ്, ജീവകൃഷി പുണ്യമാണ്. ഈ സൂത്രവാക്യം മനസ്സാവഹിച്ചുകൊണ്ട് ആഹാരോത്രം മണ്ണിൽ മല്ലടിക്കുന്ന ഒരു ധീരവനിതയാണ് പി. ഭുവനേശ്വരി അമ്മ. പാലക്കാട് എലപ്പുള്ളി പി. ഭുവനേശ്വരി. അവരുടെ കൃഷിയിടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഫാം ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ പഠനയാത്രയുടെ ഭാഗമായി ഞങ്ങൾ 15 പേരാണ് ഇവിടെ എത്തിയത്. പുലർകാലെ ഭുവനേശ്വരി അമ്മയുടെ വീട്ടുപടിക്കലെത്തി. ഐശ്വര്യത്തിൻ്റെ നിറകുടമായി നിറഞ്ഞു തുളുമ്പാൻ വെമ്പുന്ന കെൻഡിയിൽ നിറപ്പൂക്കളായിരുന്നു ആദ്യ കാഴ്ച. ചുവരുകളായി നിരപ്പലകകൾ പൂമുഖത്തെ പകിട്ട് കൂട്ടുന്നുണ്ട്. പൂമുഖം പഴയ തായ് വീടിനെ വെല്ലുന്ന ഗരിമ. അകക്കാഴ്ചകൾ ഗ്രാമീണ ശൈലിയിലെ പുളിയിലക്കരമുണ്ട് പോലെ തൂമയാർന്നതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൃശ്യഭംഗി. വാസസ്ഥലത്തിൻ്റെ മാറ്റുകൂട്ടാനായി 4 കെട്ടും അങ്കണവും. പൂമുഖവാതുക്കൾ തന്നെ സ്വീകരിക്കാൻ കാത്തുനിന്നിരുന്നു പി. ഭുവനേശ്വരി അമ്മ. ഇത് ആകെ 24 ഏക്കറാണ്. ഞാൻ തുടങ്ങിയിട്ട് ഒരു 30 വർഷമായി. 30 വർഷമായി പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ഒന്നും ചെയ്തിട്ടില്ല. ജീവാമൃതം പഞ്ചഗവ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് കുട്ടികൾക്ക് നിർബന്ധമാണ്, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അവർ പറയണേ വേറെ എന്തെങ്കിലും ഇടണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരും അതിന് ഭയങ്കര ഡെഡിക്കേഷനാണ്. അവരൊക്കെ അവിടെ ലണ്ടനിലും ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഇവിടുത്തെ കൃഷിക്കാർ തന്നെയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ, മക്കളെയും മരുമക്കളെയും മരക്കുട്ടികളുടെയും ആ ഒരു ധൈര്യം ഇതുണ്ടല്ലോ. അതിൻ്റെ വേരാണത്, ആലിൻ്റെ വേര് പോലെ കിടക്കുന്ന നല്ലൊരു ഡെക്കറേഷൻ.
പയറൊക്കെ വെച്ചിട്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വെള്ളമില്ല. വെള്ളം അവിടെ നിന്ന് കയറില്ല. കാരണം അവിടുത്തെ കൃഷി കഴിഞ്ഞ് ഇവിടേക്ക് വെള്ളം കയറില്ല. പിന്നെ എങ്ങനെ പ്രിപ്പയർ അല്ല, ഒക്കെ നാടൻ മഴയാണ്. അല്ലാണ്ട് സ്വർണ്ണമുഖി അധികമൊന്നുമില്ല, നാടൻ മഴയാണ്. നമ്മൾ ഈ ജൈവം എന്ന് പറയുമ്പോൾ പിന്നെ അതല്ലേ ഒന്നുകൂടി ഒന്നുമില്ല, ഒക്കെ നാടൻ കന്നുകൾ വെക്കുക. അതുകൊണ്ട് കീടങ്ങൾ കുറച്ച് കുറവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിപ്പോ എന്താ വെള്ളം ഇല്ലാഞ്ഞിട്ടാണ്. കുറച്ചുകൂടി വെള്ളം ഉണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ച് തോടുണ്ടാവും. വെള്ളമില്ല, ഒട്ടുമില്ല വെള്ളം. ഇതൊക്കെ ഞാൻ രാമേന്ദ്രൻ വീട്ടിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലക്കാട് ടൗണിൽ താമസിക്കുന്നു. ഭുവനേശ്വരി അമ്മയായിട്ട് കഴിഞ്ഞൊരു 10 വർഷത്തിൽ കൂടുതലായിട്ടുള്ള പരിചയമാണ്. അവരൊരു കുടുംബ സുഹൃത്താണ്. ഇവിടെ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഇവൻസിലും ധാരാളം പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഭുവനേശ്വരി അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അവര് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വളരെ നിറച്ച് പാറ മാത്രം ഉണ്ടായിരുന്നൊരു സ്ഥലം, കൃഷിഭൂമിക്ക് ഒരിക്കലും അനുയോജ്യമല്ല എന്ന് പലരും വിധിയെഴുതി പറഞ്ഞിരുന്നൊരു സ്ഥലം ഇവിടെ താമസാക്കി ആദ്യമായിട്ട് കുറേ പശുക്കളെ വളർത്തി. ആ പശുക്കളിൽ നിന്നുള്ള ചാണകവും മൂത്രവും അതുമാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഇപ്പോഴുള്ള ഈ 10, 15, 18, 21 ഏക്കറോളം സ്ഥലങ്ങളിപ്പോൾ ഉണ്ട്. ഈ സ്ഥലങ്ങളിൽ മുഴുവൻ ഇത്രത്തോളം ഫലഭൂയിഷ്ടമാക്കി തീർത്തത് അവരുടെ അത്യുദ്ധാനത്തിൻ്റെ, അവരെ പറഞ്ഞാൽ അവരും അവരുടെ കുടുംബത്തിൻ്റെയും അത്യുദ്ധാനത്തിൻ്റെ ഫലമാണ്. അദ്ദേഹത്തെ കൃഷി പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്ക് കൃഷിയെ പറ്റിയിട്ടുള്ള പ്രാഥമിക പരിശീലനങ്ങളിൽ അച്ഛൻ്റെ വശത്തു നിന്നൊക്കെ ധാരാളം കിട്ടിയിരുന്നതുകൊണ്ട് അവരുടെ ഈ കൃഷിയെ പറ്റിയിട്ട് അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണകളുടെ അടിസ്ഥാനത്തിൽ കഠിനാധ്വാനം ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ട്രാക്ടർ വന്നാൽ ട്രാക്ടർ കൊണ്ട് അവരെന്നെ കൂട്ടും, മറ്റു തരത്തിലുള്ള കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാൽ അത് അവരെന്നെ ഉപയോഗിക്കും. ഇപ്പോൾ പുല്ലെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ തന്നെ ഉപയോഗിക്കുന്നത്, അല്ലാതെ അതിനൊന്നും അവർ വേറെ പുറമെ നിന്നുള്ള ആൾക്കാരെ എംപ്ലോയ് ചെയ്യാറില്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ട് വളരെയധികം പ്ലാൻ ചെയ്തിട്ട് വളരെയധികം കഠിന ശ്രമം ചെയ്തതിൻ്റെ ഫലത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഈ കാണുന്ന മാരുതി ഗാർഡൻസ് എന്ന് പറയുന്ന ഈ വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ അമ്മച്ചീസ് ഫാം എന്ന് പറഞ്ഞു കേട്ട് അവർ ഓൺലൈനിൽ നല്ല ബിസിനസ് നടത്തുന്നുണ്ട്. വളരെയധികം ഓർഗാനിക്കായിട്ട് വളർത്തിയ സാധനങ്ങൾ മാത്രമാണ് വളർത്തുന്നത്. ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വെള്ളമാണ്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ വളരെ സ്കേഴ്സിറ്റിയാണ്. എല്ലാ സ്ഥലത്തും മഴ പെയ്യും, പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത് പെയ്യില്ല. അത് 2 കാരണമുള്ളത്. ഒന്ന്, നമ്മുടെ ചുരത്തിൽപ്പെട്ട സ്ഥലമാണിത്, വാളയാർ ചുരം. അപ്പോൾ ഈ ഡ്രൈ വിൻഡ് തമിഴ്നാട്ടിൽ നിന്ന് അടിക്കുന്ന കാരണം മഴമേഘങ്ങൾ തണുത്ത് മഴയായിട്ട് വീഴില്ല, അത് കടന്നങ്ങ് പോവുകയുള്ളൂ. കംപ്ലീറ്റ് നമുക്കിവിടെ ഒന്ന് ഇടിച്ചക്കയായിട്ട് അല്ലെങ്കിൽ ചക്ക ഉൽപ്പന്നങ്ങളായിട്ട് എല്ലാം ഒരുപാട്. നേരത്തെ ഇപ്പോഴാണ് ഭുവനേശ്വരി അമ്മയ്ക്ക് വലിയ മാർക്കറ്റ് വന്നത്. നേരത്തെ അത് നമുക്ക് വിപണനത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 2022 കർഷകശ്രീ കിട്ടിയതിന് ശേഷം ഇവിടുത്തെ ഇല വരെ ആളുകൾ പറിച്ചുകൊണ്ടുപോയി തിന്നും. അപ്പോൾ അതുവരെ അപ്പോൾ ഇങ്ങനെ ഇത് വള്ളിപ്പയറാണ് കേട്ടോ. ഈ വള്ളിപ്പയർ വെള്ളമില്ലാത്ത ചെറിയൊരു അപാകത ഇതിൽ കാണില്ലേ? നിങ്ങളൊക്കെ കൃഷിക്കാരില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ വെള്ളമില്ലാത്തൊരു അപാകത. ഈ വെള്ളമില്ലാതിരിക്കുമ്പോൾ പിന്നെ കാലാവസ്ഥ കൊണ്ട് ചെറുതായിട്ടൊരു ഇതപ്പോൾ കീടനാശിനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാൾ അടിക്കണം. ഇപ്പം ലേശമ്മ കറിവേപ്പിലും ഇതിലൊക്കെ ചെറിയൊരു കേട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മാവ് കണ്ടല്ലോ, ഇതൊരു 11 വെറൈറ്റി മാവുണ്ട്. ഇതിൽ 11 വെറൈറ്റി മാവുണ്ട്. ഇത് പ്രൂൺ ചെയ്താണ്, പക്ഷെ പ്രൂൺ ചെയ്തിട്ട് ഇതിൽ പൂത്തിട്ടില്ല. കണ്ടു ലൈറ്റ് പോരാനായിട്ടൊന്നല്ല, നല്ല മാങ്ങ ഉണ്ടാവും. അയ്യോ, നല്ലോണം മാങ്ങ ഉണ്ടാവും. എത്രയെന്നറിയോ, നന്നായിട്ട് മാങ്ങ ഉണ്ടാവും. ഇത് ലൈറ്റ് പോരാ, എല്ലാവരും പറയും ലൈറ്റ് പോരാന്ന്. ലൈറ്റ് പോരാഞ്ഞിട്ടൊന്നുമല്ല. അല്ല, ഈ പ്രാവശ്യം പൂത്തിട്ടില്ല. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. എങ്ങനെയാ അപ്പുറത്തെ അച്ഛത്തെ മൂച്ചിയിലൊക്കെ എങ്ങനെ നല്ലോണം മാങ്ങ ഉണ്ടാവും. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചതാണ്, പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ട് എന്താ ഇതൊക്കെ ഈ JCB കൊണ്ട് കല്ലും ഇതൊക്കെ മാറിയിട്ട് കണ്ടില്ലേ? ഇതൊക്കെ കല്ലൊക്കെ JCB കൊണ്ട് ഓരോ കൊല്ലം JCBക്ക് പണിയാണ്. ഫെൻസിങ് ആയിട്ടാണല്ലോ. ആ കംപ്ലീറ്റ് പല്ല് വേണ്ടല്ലേ? ഇതാ അടുപ്പിച്ച കിട്ടിയിട്ട് അടുത്താണ്. ആ
മുതിരമട ഇതിനടുത്താണ്. പക്ഷെ മുതിരമടയിൽ പ്രബലത്തിനൊന്നും ചവിട്ടല്ലോ, അതിങ്ങനെ അക്കും പഞ്ചർമാരിങ്ങനെ കണ്ടോ ഇവിടെ. അതെ അതെ അതെ, അതാണ് തലവേന ഇല്ല. ഇവിടെ ചീതാണ്, പക്ഷെ അവിടെ വെള്ളം. ഞാനിപ്പോ അവിടെ കുറച്ച് മരം ചന്ദനാണ് വരുന്നുണ്ടല്ലേ, ആ 3 മരം അവിടെ ചന്ദനാണ്, ചന്ദനം. നല്ല നാടനാണ്. ഈ പ്രാവശ്യം കൃഷി ഓഫീസർ പറഞ്ഞ് കുറച്ച് ചേച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, എന്തെങ്കിലും ഒന്നൊക്കെ ചെയ്യും. ആ പ്രതിഭ കുറച്ചുണ്ട്, അവിടെ ഇവിടെ ഒക്കെ കുറച്ചുണ്ട്. ഇതൊന്നല്ല, ഇതൊക്കെ നാടനാണ്. ഇതെങ്ങനെ വല്ല പപ്പായ. എൻ്റെ പേര് അച്യുതൻ എന്നാണ്. ഞാൻ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. ഞാൻ ഇവിടെ ഭുവനേശ്വരി നമ്മുടെ ഫാമിൽ കൃത്യമായിട്ട് വരാറുണ്ട്. ഈ പറമ്പ് ഒരു 14 സെൻറ്റും, പറമ്പിൽ വിവിധ ഇനം പുതിയ കൃഷികൾ ആണുള്ളത്. വ്യത്യസ്ത മാവിൻ ഇനങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇനങ്ങളും, അതായത് വാഴയുൾപ്പെടെ എല്ലാ ഇനങ്ങളും പറമ്പിലുണ്ട്. കൂടാതെ 10 ഏക്കറിൽ നെൽകൃഷിയാണുള്ളത്. ഇവിടെയുള്ള എല്ലാ കൃഷിയും ജൈവ കൃഷിയാണ്. നെൽകൃഷി ജൈവ ഇതാണ്, അത് ജൈവ കൃഷിയാണ്. അതുപോലെ തന്നെ രാസവളം എന്ന് പറയുന്നത് തൊടിയിക്കുന്നില്ല, എല്ലാം ജൈവ വളങ്ങളാണ് ഇവിടെ ഉള്ളത്. മാത്രവുമല്ല ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ശുദ്ധവായു വളരെ ഉള്ള സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ആരോഗ്യകരമായ ഒരു അന്തരീക്ഷമാണ്. എല്ലാ വിഭവങ്ങളും കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജൈവ കർഷകയാണ്. മാത്രമല്ല ഫാം ടൂറിസമാണ് മറ്റൊരു ആകർഷണം. വിദേശികളും സ്വദേശികളും സദാ ഇവിടെ സന്ദർശകരാണ്. ഇവർക്ക് വിളമ്പുന്ന ആസ്വാദ്യകരമായ ഭക്ഷണം തന്നെയാണ് മറ്റൊരു ആകർഷണ വസ്തു. സ്വപ്നസുന്ദരമായ ആരാമഭംഗി ആസ്വദിക്കുവാൻ മറ്റെങ്ങും പോകേണ്ടതില്ല. അവര് അതിന്റെ 2 ദിവസം ഓസ്ട്രിയൻ ജർമ്മനി ഡോക്ടർമാര് അവര് 4 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ നമുക്ക് എപ്പോഴും സമയം പോകും. പിന്നെ നമ്മള് കേരളത്തിലത്തെ ആൾക്കാർ വരുന്ന മാതിരിയല്ല അവര് അതിന് ഭയങ്കര ഡെഡിക്കേഷനാണ്. നമ്മുടെ അല്ലേ ആൾക്കാർ എന്താണെന്നറിയാം, അവരൊരു സന്തോഷം ഇവിടെ വന്നിട്ട് നല്ല സന്തോഷമുണ്ട്. അതെ, ഇത് നമ്മളെ എയർബിഎൻബിക്ക് കൊടുക്കുന്ന ഒരു വീടാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു വീടുണ്ട്, അപ്പുറത്തെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, പിന്നെ മുകളിൽ 4 റൂമും. അങ്ങനെയാണ് എയർബിഎൻബി പാലക്കാട് അടിച്ചാൽ നമ്മളുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതില് ശരിക്കും ഇപ്പൊ 8 വർഷമായിട്ട് ഞങ്ങളാണ് സൂപ്പർ ഹോസ്റ്റ്. കുട്ട എവിടെയാണാ അനിക്കുട്ട? ഇത് തുറക്ക്. ഇവിടെ ഡോക്ടർമാർ ഇവിടെ ഇരുന്നേ 3 ദിവസം മുമ്പേ. ഓസ്ട്രിയനും ജർമ്മനി അത്ര തന്നെ. എയർബിഎൻബി പാലക്കാട് അടിച്ച മാരുതി ഗാർഡൻസ് വെച്ച് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആണ്. നടക്കൂല, പക്ഷെ ഇവിടെ എല്ലാവരും മൂപ്പര് അറിയാണ്ട് ഒന്നും ഏലാനൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഞാനിപ്പോ എന്തായാലും നിങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ തന്നെ ഫോട്ടോ ഒക്കെ അപ്പൊ തന്നെ അയച്ചു കൊടുത്തു. അതെന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ സേഫ് കൂടി ആലോചിച്ചിട്ടാണ് അവൻ ആരൊക്കെയാ വരുന്നത് എന്തൊക്കെയാ വരുന്നത് ഒന്നും അറിയില്ല. അതാണ് എല്ലാ കാര്യങ്ങളും.
പാചകപ്പുര തായ് വീട്ടിൽ നിന്നും പിടിവിട്ടാണ് നിൽപ്പ്. അതിലും ഒരു പ്രത്യേകത, ഓലപ്പുരയാണ് ഈ പാചകപ്പുര അഥവാ അടുക്കള. വിറകിൻ്റെ മണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സുഗന്ധമായ പാനീയവും ഇതിൽ കൂടുതൽ ഉണർത്തിയിരിക്കുന്നു. സഹായികളായി ഒട്ടനവധി പേരുണ്ട്. അതിഥികളെ സ്വീകരിക്കാൻ അകലങ്ങളിലല്ലാത്ത ബന്ധുക്കളും സ്നേഹിതരും സദാസന്നദ്ധരും. കണ്ടോ, അത് ഇപ്പൊ ചെന ആയിട്ടേ ഉള്ളൂ. അത് ആ വലിയ കൊമ്പുള്ളത് കാങ്കയാണത്. പിന്നെ ഒരു കപിലുണ്ട്. ഇത് പ്രസവിക്കാറായിട്ടോ, ഗീർ പ്രസവിക്കാറായി. 5-6 ദിവസം കൊണ്ട് ആ അല്ല അതാണ് ബയോഗ്യാസ്. ഗീർ മഴ ചാറുന്നുണ്ട്. ഇതാണ് നാടൻ. അല്ല, അടുപ്പ് പഴിച്ചു വെച്ചിരിക്കാണ്. നമ്മള് രാവിലെ അവിടെ എത്തും, വയറിട്ടുണ്ട്. അത് ഇന്നലെ ഇട്ടതാണ്. ഇയാളെന്തോ ഇളനീര് ജ്യൂസ് ഉണ്ടാക്കും. എവിടെ പോയി 11 മണിക്ക് ഉണ്ടാക്കണം പറഞ്ഞിട്ട് തേങ്ങ തന്നു. ഇത് കണ്ട ഒരു പ്ലാവ് പുതുക്കോട്ടേന്ന് കൊണ്ടുവന്നാണ്. ഒരു താമരച്ചക്ക പറഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഈ ഗീറിനെ വാങ്ങിക്കാൻ പോയപ്പോ അവിടുന്ന് കൊണ്ടുവന്നാണ്. ഇപ്പൊ അത് നല്ലോണം ഇവിടെ ഉണ്ടായി. കടിച്ചോ? എവിടെ? കടിച്ചില്ല. പറഞ്ഞോ, ഞങ്ങളിവിടെ കുളിക്കുന്ന കുളാണേ. മീനുണ്ട്. അത് നമ്മളിവിടെ കുളിക്കുന്ന കുളമാണ്. പക്ഷെ ആ 2017 ഫ്ലഡിൽ ഇതെങ്ങനെ ഇരുന്നു. പിന്നെ നമ്മളത് ശരിയാക്കിയില്ല. ഇനി അതിന്റെ രക്ഷകൾ ഒന്നും പറ്റില്ല. മണ്ണിട്ട് നിരത്തി കൃഷി ചെയ്തെന്നുള്ള സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ. മനസ്സിലായോ? അല്ലാതെ വെള്ളമുള്ള സ്ഥലത്ത് നമ്മളിപ്പോ എന്റെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം, നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ്, അതിലെന്താ അർത്ഥമുള്ളത്? അങ്ങനെയുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ. പിന്നെ എൻ്റെ ഒരു പ്രിൻസിപ്പൾ പറഞ്ഞാൽ 50 നമ്മൾ പറയാൻ പാടില്ല. ഒരു 100 രൂപ കിട്ടി 50% ഞാനത് ചാരിറ്റിക്കാം. നമ്മൾ Airbnb കംപ്ലീറ്റ് ചാരിറ്റിയാണ്. 1 രൂപ നമ്മൾ പൈപ്പ് ലൈൻ പോണ സ്ഥലം. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗെയിലിന്റെ പൈപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷാണ് അവിടെ എങ്ങനെയും ഇവിടേക്ക് നീര് വരില്ല. അതുകൊണ്ട് നമ്മുടെ ഒറിജിനലാണെന്ന് പറയാൻ കാരണം അതാണ്. മനസ്സിലായോ? ആണ്. എന്നിട്ട് അവര് ഇറങ്ങിയിട്ട് ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുള്ളൂ. അതെപ്പോഴും ഉള്ള ഒരു ശീലാണ്. വിശ്രമിക്കാൻ വേണ്ടിയുള്ള അല്ല, വിശ്രമിക്കില്ല. ഞങ്ങളെല്ലാവരും അതെ ഉച്ചയ്ക്ക് ഇന്ന് ഭക്ഷണം കഴിക്കലും